ഹലോ. ഇന്ന് എവിടെയും പോകാനില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഏട്ടൻ വിളിക്കുന്നത്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് പോയിട്ട് നിനക്ക് കുറച്ച് മിഠായി ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ട്, അത് പോയി വാങ്ങിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ പോയപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഒരു ഫോൺ കൊടുത്തയച്ചിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പൊട്ടിച്ച് നോക്കാൻ പോവുകയാണ്. അച്ഛൻ വന്നിട്ടേ പൊട്ടിക്കണുള്ളൂ എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ 4 മണിയായിട്ടേ ഉള്ളൂ, അവൻ വരെ 5 മണിയാവേ. അത് വരെ ഇത് പൊട്ടിക്കാണ്ട് അതിനകത്തെ കാണാതെ എനിക്ക് ഭയങ്കര വിമ്മിഷ്ടായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ കവറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തുറന്നു നോക്കട്ടെ. ബ്ലാക്കിൽ വരുന്ന ഫോണാണ് കേട്ടോ. ഈ ഫോണ് എനിക്ക് എത്രാമത്തെ ഫോണാണെന്നറിയാമോ? ഞാൻ ഫോൺ യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട് ഇത് 8ാമത്തെയോ 9ാമത്തെയോ ഫോണാണ് കേട്ടോ എനിക്ക് ഏട്ടൻ വാങ്ങിച്ചിരുന്നേ. സംഭവം എന്റെ കയ്യിൽ നിന്നല്ല അധികം എന്റെ ഫോൺ നാശാവാറ്. അവർക്ക് രണ്ടുപേർക്കും ഫോണുണ്ട് കേട്ടോ. പക്ഷേങ്കില് എന്റെ ഫോണും അവര് എപ്പോഴും എടുത്തോണ്ടാണ്. നമ്മുടെ പഴയ ഫോൺ ഉണ്ടല്ലോ, ആ ഫോണിൽ എന്റെ കയ്യിൽ നിന്ന് ഒരു വട്ടം കണ്ട വീണിട്ടുള്ളൂ കേട്ടോ താഴെ. പക്ഷെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീണിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഫോൺ പെട്ടെന്ന് കംപ്ലൈന്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫോണ് ഇപ്പൊ വാങ്ങിക്കൊന്നുമില്ല, എന്റെ അടുത്ത് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പൊ തന്നെ എനിക്ക് വാങ്ങിച്ചു തരുന്ന്. എനിക്കൊരു ഗിഫ്റ്റ് പോലെ തന്നെയാണ് കിട്ടിയത്. ഏട്ടന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്നത് എന്റെ ഏട്ടൻ തന്നെയാണ്. വീണ്ടും വീണ്ടും ഏട്ടന്റെ അടുത്ത് നന്ദി പറയേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. ഇപ്പൊ പിന്നെ ഫോണൊക്കെ അൺബോക്സ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഐഫോണിന്റെ അൺബോക്സിംഗ് ഒക്കെയാണല്ലോ കൂടുതലായിട്ട് നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെ ഐഫോണിനോട് ഒരു ഭ്രമം തോന്നിയിട്ടില്ല കേട്ടോ. ശ്രമിച്ചാൽ നമുക്കും വാങ്ങിക്കാനൊക്കെ പറ്റും. ഒരു പക്ഷേ അതിന്റെ സർവീസിന് പോലും ഒത്തിരി പൈസയുടെ ചിലവ് വരും എന്നൊക്കെ ആലോചിച്ചിട്ടാവാം എനിക്ക് ഇതുവരെ അതിനോടൊരു പൂതി തോന്നിയിട്ടില്ല കേട്ടോ. ഇവിടെ മക്കൾ പറയാറുണ്ട് കേട്ടോ, അമ്മ ഐഫോൺ എടുക്ക്, വീഡിയോസും ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും എന്നൊക്കെ. അപ്പം ഞാൻ അവരോട് പറയേ, ഫോൺ നന്നായി കെയർ ചെയ്യുന്നവർക്ക് ഈ ഐഫോണിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഐഫോണിനൊക്കെ പൂതി തോന്നുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അതുവരെ നമ്മുടെ പുതിയ ഫോണൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പം ഇത്രയ്ക്കുള്ളൂ. താങ്ക് യു.